അപ്പോൾ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വേവ്സിനെ കുറിച്ചാണ്. നമുക്കറിയാം വേവ്സിൻ്റെ രണ്ട് കാറ്റഗറിയാണ് ഏതൊക്കെ പറയുന്നത്. ലോഞ്ചിറ്റ്യൂഡൽ വേവും അതുപോലെ തന്നെ ട്രാൻസ്വേഴ്സ് വേവും, അഥവാ അനുപ്രസ്ഥ തരംഗങ്ങളും അനുദൈർഘ്യ തരംഗങ്ങളും. ഇവ രണ്ടുപേരും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അല്ലെങ്കിൽ എന്താണ് ഈ രണ്ട് തരംഗങ്ങളും, ഇതാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി കാണാൻ വേണ്ടി പറ്റും. എൻ്റെ കയ്യിൽ ഇതാ ഒരു സ്ട്രിങ്ങിന്, അതായത് ഒരു സ്പ്രിങ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒരു ടൈറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ വെച്ച് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇനി ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ കാണുന്ന സ്പ്രിങ്ങിനെ ഞാൻ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പോട്ടോ. വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ ശ്രദ്ധിച്ചോ, ഇത് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ സീരിയസ് ഓക്കെ. ഈ ഒരു ഇമേജ് ശ്രദ്ധിക്കുക. ഇവിടെ ഇപ്പോൾ ഈ തരംഗം ഉണ്ടാകുന്ന സമയത്ത് ഈ തരംഗം എന്ത് ചെയ്യുന്നുണ്ട്, തരംഗത്തിൻ്റെ സഞ്ചാരപാത നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. തരംഗം ആക്ച്വലി മൂവ് ചെയ്യുന്നത് എവിടുന്ന് എവിടേക്കാണ്. തരംഗം ഈ ഒരു പോയിന്റിൽ നിന്നും ഈ ഒരു പോയിന്റിലേക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്, ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. തരംഗം ഒരു പോയിന്റ്, ഞാനിവിടെ ആക്ച്വലി അതിന് സ്ട്രിങ് ചെയിനെ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഈ ഒരു ഡയറക്ഷനിലാണ്. അത് വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്നും ഉണ്ടാകുന്ന തരംഗങ്ങൾ സഞ്ചരിക്കുന്ന സഞ്ചാരപാത നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഈ രൂപത്തിലാണ്. സോ ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയാൽ തരംഗത്തിലുള്ള പാർട്ടിക്കിൾ, അല്ലെങ്കിൽ തരംഗത്തിന് ആ വേവിലുണ്ടാവുക അല്ലെങ്കിൽ ആ സ്ട്രിങ്ങിൽ ഉള്ള പാർട്ടിക്കിൾസ് എല്ലാം വൈബ്രേറ്റ് ചെയ്യുന്നത് ഈ ഒരു രൂപത്തിലും, അതേസമയം അതുകൊണ്ട് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ആ സമയത്ത് പാസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ തരംഗത്തിൻ്റെ സഞ്ചാരപാത എന്ന് പറയുന്നത് ഏതാണ്, അതിന് പെർപെൻഡിക്കുലർ അഥവാ 90 ഡിഗ്രി അഥവാ ലംബമായിട്ടുമാണ്. ഇത്തരത്തിലുള്ള തരംഗങ്ങൾ നമ്മൾ വിളിക്കുന്ന പേരാണ് അനുപ്രസ്ഥ തരംഗങ്ങൾ എന്ന് പറയുന്നത്. സോ ഈ അനുപ്രസ്ഥ തരംഗങ്ങൾ അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുന്നത്. ക്ലിയർ. സോ ഈ ട്രാൻസ്വേഴ്സ് വേവ് നിങ്ങൾ നോക്കിയാൽ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് നിങ്ങൾക്ക് പോർഷൻസ് കാണാൻ വേണ്ടി പറ്റും. ദിസ് അപ്പ് ആൻഡ് ഡൗൺ പോർഷൻസ് അത് നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രസ്റ്റ് ആൻഡ് ട്രഫ് അഥവാ ശൃംഗങ്ങളും മറ്റൊന്ന് ഗർത്തങ്ങളും എന്ന് പറയും. ക്ലിയർ. ഓക്കെ. ഇനി നമുക്ക് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് കാറ്റഗറി പഠിക്കാം. എന്താ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് കാറ്റഗറി എന്നത്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് അഥവാ അനുദൈർഘ്യ തരംഗങ്ങളാണ്. എന്താണ് ഈ അനുദൈർഘ്യ തരംഗം? ശ്രദ്ധിച്ചോ, ഇവിടെ ഞാൻ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. സോ ഇവിടെ ഞാൻ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ ശ്രദ്ധിച്ചോ, ഈ കണ്ടല്ലോ ഈ രൂപത്തിലുള്ള വൈബ്രേഷൻ, അതായത് ഞാൻ വൈബ്രേറ്റ് ചെയ്യിപ്പിച്ച ഈ രൂപത്തിലാണ് അല്ലെ. തരംഗം സഞ്ചരിക്കുന്ന അതേ ദിശയിലാണ് അതിലുള്ള പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത്. അതായത് തരംഗത്തിന്റെ സഞ്ചാര ദിശയ്ക്ക് സമാന്തരമായിട്ടാണ് അതിലുള്ള പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത് എങ്കിൽ, തരംഗത്തിന്റെ സഞ്ചാര ദിശ കാണിച്ചിട്ടുണ്ട്, അതിന് സമാന്തരമായിട്ട് കമ്പനം ചെയ്യുകയാണെങ്കിൽ അത്തരം തരംഗങ്ങൾ നമ്മൾ വിളിക്കുന്ന പേരാണ് അനുദൈർഘ്യ തരംഗം അഥവാ ലോഞ്ചിറ്റ്യൂഡൽ വേവ്സ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി കാണാൻ വേണ്ടി പറ്റും, ചില ഭാഗങ്ങൾ കംപ്രസ്ഡ് ആയിട്ടും ചില ഭാഗങ്ങൾ എക്സ്പാൻഡ് ആയിട്ടും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ആ കംപ്രസ് ആയിട്ടുള്ള ഭാഗങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഉച്ചമർദ്ദ മേഖല അല്ലെങ്കിൽ കംപ്രഷൻസ് എന്ന് പറയും. അതേസമയം അതിൽ നീചമർദ്ദ മേഖലകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. കുറച്ചുകൂടി എക്സ്പാൻഡ് ആയി നിൽക്കുന്ന ഭാഗം നീചമർദ്ദ മേഖല അഥവാ റെയർ ഫ്രാക്ഷൻസ് എന്ന് പറയും. ക്ലിയർ ആണല്ലോ. സോ ഇത്തരത്തിലുള്ള തരംഗങ്ങൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ഇത്തരത്തിലുള്ള തരംഗങ്ങൾ വിളിക്കുന്ന പേരാണ് ലോഞ്ചിറ്റ്യൂഡിനൽ അഥവാ അനുദൈർഘ്യ തരംഗങ്ങൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ, മനസ്സിലാണോ? ഓക്കെ അല്ലേ, അത്രേ ഉള്ളൂ.